ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഗണിത ക്യൂസാണ്. അപ്പോൾ ഗണിതവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ, സിമ്പിളായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. മാത്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 1 കിലോമീറ്റർ എത്ര മീറ്റർ ആണ്? 1 കിലോമീറ്റർ എത്ര മീറ്റർ ആണ്? ഉത്തരം നോക്കിക്കോളൂ, 1000 മീറ്റർ. 1 കിലോമീറ്റർ എന്നത് എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ ആണ്. അടുത്ത ചോദ്യം ഇതാണ്: ഗണിതത്തിൽ ബോഡ് മാസ് എന്ന ചുരുക്കെഴുത്ത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഗണിതത്തിൽ ബോഡ് മാസ് എന്ന ചുരുക്കെഴുത്ത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം നോക്കിക്കോളൂ, ബോഡ് മാസ്. ബോഡ് മാസ് എന്നാൽ ഗണിതക്രിയകൾ ചെയ്യേണ്ട ക്രമത്തെ സൂചിപ്പിക്കുന്ന ഒരു ചുരുക്കപ്പേരാണ് ബോഡ് മാസ് എന്നത്. അപ്പോൾ ഒരു സമവാക്യത്തിൽ ഒന്നിലധികം ക്രിയകൾ ഒരേ സമയം വന്നാൽ തെറ്റുകൂടാതെ ഉത്തരം കണ്ടെത്താൻ ഈ നിയമം ഉപയോഗിക്കുന്നു. അപ്പോൾ ബോഡ് മാസിൻ്റെ പൂർണ്ണ രൂപം എന്താണെന്ന് നമുക്ക് നോക്കാം. ബി എന്നാൽ ബ്രാക്കറ്റ്സ്, ബ്രാക്കറ്റിലുള്ള ക്രിയകൾ ആദ്യം ചെയ്യുക. ഒ എന്നാൽ വർഗ്ഗമൂലങ്ങൾ അല്ലെങ്കിൽ ഓഫ് എന്നത് വരുന്ന ഭാഗം. ഡി ഡിവിഷൻ, ഹരണം. എം മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം. എ എന്നാൽ അഡിഷൻ, കൂട്ടൽ. എസ് എന്നാൽ സബ്സ്ട്രാക്ഷൻ, കുറയ്ക്കൽ. അടുത്തത്, റുബിക്സ് ക്യൂബിൻ്റെ സൃഷ്ടാവ് ആരാണ്? റുബിക്സ് ക്യൂബിൻ്റെ സൃഷ്ടാവ് ആരാണ്? ഉത്തരം എർണോ റൂബിക്. റുബിക്സ് ക്യൂബിൻ്റെ സൃഷ്ടാവ് ആരാണ്? എർണോ റൂബിക്. അടുത്ത ചോദ്യം ഇതാണ്: റുബിക്സ് ക്യൂബിൻ്റെ സൃഷ്ടാവ് ഏത് രാജ്യക്കാരനാണ്? റുബിക്സ് ക്യൂബിൻ്റെ സൃഷ്ടാവ് ഏത് രാജ്യക്കാരനാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു റുബിക്സ് ക്യൂബിൻ്റെ സൃഷ്ടാവ് എർണോ റൂബിക്കാണ്. അപ്പോൾ അദ്ദേഹം ഏത് രാജ്യക്കാരനായിരുന്നു? ഉത്തരം ഹംഗറി. അപ്പോൾ എർണോ റൂബിക് ഹംഗറി രാജ്യക്കാരനാണ്. 1974 അദ്ദേഹം ഹംഗറിയിൽ ജനിച്ചു. അടുത്ത ചോദ്യം ഇതാണ്: സംഖ്യകളാണ് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമെന്ന് വിശ്വസിക്കുകയും സംഗീതത്തിലെ സ്വരലയങ്ങൾ കൃത്യമായ ഗണിതാനുപാതങ്ങളിലാണെന്ന് കണ്ടെത്തുകയും ചെയ്ത പുരാതന ഗ്രീക്ക് തത്വചിന്തകൻ ആരാണ്? ഉത്തരം പൈതഗോറസ്. അപ്പോൾ ചോദ്യം നോക്കിക്കോളൂ, സംഖ്യകളാണ് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമെന്ന് വിശ്വസിക്കുകയും സംഗീതത്തിലെ സ്വരലയങ്ങൾ കൃത്യമായ ഗണിതാനുപാതങ്ങളിലാണെന്ന് കണ്ടെത്തുകയും ചെയ്ത പുരാതന ഗ്രീക്ക് തത്വചിന്തകനാണ് പൈതഗോറസ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു ദശഭുജത്തിന് എത്ര വശങ്ങൾ ഉണ്ട്? ഒരു ദശഭുജത്തിന് എത്ര വശങ്ങളാണ് ഉള്ളത്? ഉത്തരം വരുന്നത് 10. ഒരു ദശഭുജത്തിന് 10 വശങ്ങളാണ് ഉള്ളത്. ദശമെന്നാൽ 10 എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു ദശഭുജത്തിന് 10 വശങ്ങൾ ഉണ്ട്. ഓക്കെയാണ്. അടുത്ത ചോദ്യം നോക്കൂ. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ്? ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ്? ഉത്തരം 9999. അപ്പോൾ ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ്? 9999 ആണ്. അടുത്ത ചോദ്യം: ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എത്രയാണ്? ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എത്രയാണ്? ഉത്തരം 1000. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എത്രയാണ്? 1000 ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 1729 എന്ന സംഖ്യ ഏതു പേരിൽ അറിയപ്പെടുന്നു? അപ്പോൾ 1729 എന്ന സംഖ്യ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം നോക്കിക്കോളൂ, ഹാർഡി രാമാനുജൻ സംഖ്യ. ഇതാണ് ഹാർഡി രാമാനുജൻ സംഖ്യ, അല്ലെങ്കിൽ ടാക്സി ക്യാബ് സംഖ്യ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. 1729 എന്ന സംഖ്യ ഹാർഡി രാമാനുജൻ സംഖ്യ എന്നും അല്ലെങ്കിൽ ടാക്സി ക്യാബ് സംഖ്യ എന്നും അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം ഇതാണ്: ജ്യാമിതിയുടെ പിതാവ് ആരാണ്? ജ്യാമിതിയുടെ പിതാവ് ആരാണ്? ഉത്തരം യൂക്ലിഡ്. പുരാതന ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനായ യൂക്ലിഡാണ് ജ്യാമിതിയുടെ പിതാവ്. ആരാണ്? യൂക്ലിഡാണ് ജ്യാമിതിയുടെ പിതാവ്. അദ്ദേഹം പുരാതന ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനാണ്. അടുത്ത ചോദ്യം: 4 അക്ക സ്ഥിരസംഖ്യകളുടെ കാപ്രേക്കർ സ്ഥിരസംഖ്യ ഏതാണ്?
നാലക്ക സ്ഥിരസംഖ്യകളുടെ കാപ്രേക്കർ സ്ഥിരസംഖ്യ ഏതാണ്? ഉത്തരം 6174. 6174 അപ്പോൾ ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനായ DR കാപ്രേക്കറാണ് 1949 ഈ സംഖ്യയുടെ സവിശേഷത കണ്ടെത്തിയത്. അതുകൊണ്ടാണിത് കാപ്രേക്കർ സ്ഥിരസംഖ്യ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 6031 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏതാണ്? 6031 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏതാണ്? ഉത്തരം 1036. അടുത്തത് 50 മിനിറ്റിൽ എത്ര സെക്കൻഡുകളുണ്ട്? 50 മിനിറ്റിൽ എത്ര സെക്കൻഡുകളാണ് ഉള്ളത്? ഉത്തരം 3000. 50 മിനിറ്റിൽ 3000 സെക്കൻഡുകളാണ് ഉള്ളത്. അടുത്ത ചോദ്യം നോക്കാം. 1നും 100നും ഇടയ്ക്ക് എത്ര ഇരട്ട സംഖ്യകളുണ്ട്? 1നും 100നും ഇടയ്ക്ക് എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ട്? ഉത്തരം 49. 1നും 100നും ഇടയ്ക്ക് എത്ര ഇരട്ട സംഖ്യകളാണുള്ളത്? 49 ഇരട്ട സംഖ്യകളാണ് ഉള്ളത്. അടുത്ത ചോദ്യം. 0 കണ്ടുപിടിച്ചത് ഏത് രാജ്യക്കാരാണ്? 0 കണ്ടുപിടിച്ചത് ഏത് രാജ്യക്കാരാണ്? ഉത്തരം നോക്കിക്കോളൂ. ഭാരതീയർ. ഇന്ത്യക്കാരാണ് 0 കണ്ടുപിടിച്ചത്. മറന്നുപോകരുത്, 0 കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ്. അടുത്ത ചോദ്യം. 1 മണിക്കൂർ എന്നത് എത്ര മിനിറ്റാണ്? 1 മണിക്കൂർ എന്നത് എത്ര മിനിറ്റാണ്? ഉത്തരം 60 മിനിറ്റ്. എല്ലാവർക്കും അറിയായിരിക്കും 1 മണിക്കൂർ എന്നത് എത്ര മിനിറ്റാണ്? 60 മിനിറ്റാണ് 1 മണിക്കൂർ. അടുത്ത ചോദ്യം. 1 മീറ്റർ എന്നാൽ എത്ര സെൻറ്റിമീറ്റർ ആണ്? 1 മീറ്റർ എന്നാൽ എത്ര സെൻറ്റിമീറ്റർ ആണ്? ഉത്തരം 100 സെൻറ്റിമീറ്റർ. 1 മീറ്റർ എന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ. ഓക്കെ. അടുത്ത ചോദ്യം. 30 ദിവസത്തിൽ കുറവുള്ള മാസം ഏതാണ്? 30 ദിവസത്തിൽ കുറവുള്ള മാസം ഏതാണ്? ഉത്തരം ഫെബ്രുവരി. 30 ദിവസത്തിൽ കുറവുള്ള മാസം ഏതാണ്? ഫെബ്രുവരിയാണ്. അടുത്ത ചോദ്യം. ക്ലോക്കിലെ ഏറ്റവും ചെറിയ സൂചി ഏതാണ്? ക്ലോക്കിലെ ഏറ്റവും ചെറിയ സൂചി ഏതാണ്? ഉത്തരം മണിക്കൂർ സൂചി. ക്ലോക്കിലെ ഏറ്റവും ചെറിയ സൂചി ഏതാണ്? മണിക്കൂർ സൂചിയാണ് ക്ലോക്കിലെ ഏറ്റവും ചെറിയ സൂചി. അവസാനത്തെ ചോദ്യം ഇതാണ്. ഒരു ക്ലോക്കിൽ ഏറ്റവും വേഗത്തിൽ കറങ്ങുന്ന സൂചി ഏതാണ്? ഒരു ക്ലോക്കിൽ ഏറ്റവും വേഗത്തിൽ കറങ്ങുന്ന സൂചി ഏതാണ്? ഉത്തരം സെക്കൻഡ് സൂചിയാണ്. ഒരു ക്ലോക്കിൽ ഏറ്റവും വേഗത്തിൽ കറങ്ങുന്ന സൂചി ഏതാണ്? സെക്കൻഡ് സൂചിയാണ് ഏറ്റവും വേഗത്തിൽ കറങ്ങുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഗണിതത്തിലെ സിമ്പിളായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ചോദ്യം നോക്കിക്കോളൂ. ജ്യാമിതിയുടെ പിതാവ് ആരാണ്? നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ചോദ്യം സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉത്തരം അറിയാവുന്നവർ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താണ് ജ്യാമിതിയുടെ പിതാവ് ആരാണ് എന്നത് പെട്ടെന്ന് തന്നെ ഉത്തരം കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറക്കാതെ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളുക. ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോയ്ക്കൊരു ലൈക്കും കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.